ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തികകാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറിൽ ജനിച്ചവർക്ക് 2026 മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ശുഭാശുഭങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം കമന്റുകൾ ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കൂറുകാർക്ക് മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ 14-ാം തീയതി വരെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ തൊഴിൽപരമായി ധാരാളം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉണർവുകൾ കണ്ടു തുടങ്ങും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്ന ഒരു ജോലിയിലേക്ക് മാറുവാനും അവസരമുണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റുമൊക്കെ പ്രമോഷനും സ്ഥലമാറ്റവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും 11-ാം ഭാവത്തിലെ സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും. വീട്, വാഹനം ഒക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഭൂമിയുടെ ക്രയവിക്രയം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ് ഈ മാസത്തിന്റെ ആദ്യ പകുതി. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ മുക്തി നേടാൻ സാധിക്കുന്നതാണ്. മെച്ചപ്പെട്ട ആരോഗ്യം ഇവർക്ക് കൈവരും. എന്നാൽ 15-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാർക്ക് 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12-ാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി മൂലം പ്രവൃത്തികൾക്ക് ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സൽപ്രവൃത്തികൾ പൂർണ്ണമാക്കി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചിലപ്പോൾ ഇവർക്ക് കഴിയാതെ വന്നേക്കാം. ചൊവ്വ ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർവാഭീഷ്ട സ്ഥാനമായ 11-ലെ ചൊവ്വ ധാരാളം ശുഭഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. ജനപദങ്ങളുടെ നേതൃപദവി അലങ്കരിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ ഇടയിൽ വലിയ ബഹുമാനവും അംഗീകാരവും പിടിച്ചു പറ്റുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തികമായി വലിയ നേട്ടം അനുഭവത്തിൽ വരും. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും വാക് സാമർഥ്യം മൂലം ജീവിതത്തിൽ പലതും നേടുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. മനോഹരമായി സംസാരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനും ഈ കൂറുകാർക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് മേൽ ഉദ്യോഗസ്ഥന്മാരെയും സഹപ്രവർത്തകരെയും സ്വാധീനിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കും. ശത്രുക്കളെ പോലും തങ്ങളുടെ ഇംഗിതത്തിന് വിധേയമാക്കുവാൻ മനോഹരമായ സംസാരം മൂലം ഇവർക്ക് കഴിയുന്നതാണ്. ബഹുവിധത്തിലുള്ള ധനലാഭം 11-ാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് നൽകും. കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ ഇവർക്ക് അനുഭവപ്പെടും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അത് വിജയിപ്പിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസപരമായി തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. വിദ്യാസമ്പന്നരായ യുവാക്കൾക്കും അനുകൂലമായ സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ ഈ മാർച്ച് മാസത്തിൽ ഈ കൂറുകാർക്ക് സാധിക്കും. തങ്ങൾ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ വലിയ നേട്ടവും കർമ്മരംഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കർമ്മരംഗം വിപുലീകരിക്കുവാനും സാമ്പത്തികമായ നേട്ടം കൂടുതലായി അനുഭവിക്കുവാനും ഇടയുണ്ട്. വീട് വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ഭൂമി വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ്. എല്ലാ വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് വന്നു ചേരും. ഭാര്യ, സന്താനങ്ങള്, മറ്റു ബന്ധുക്കള് ഇവരുമായി സഹവാസം ചെയ്യുവാനുള്ള യോഗവും അനുഭവത്തിൽ വരും. ദൂരദേശങ്ങളിൽ കഴിയുന്നവർക്ക് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനും സഹവാസം ചെയ്യുവാനും അവസരം ഉണ്ടാകുന്നതാണ്. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും ഇവർക്ക് വളരെ അനുകൂലമാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും കൂടുതലായി സുഖങ്ങൾ അനുഭവിക്കുവാനും അവസരമുണ്ടാകും. ധനധാന്യ സമൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കച്ചവടക്കാർക്ക് കൂടുതലായി ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കൃഷിക്കാർക്കും കൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ കർമ്മരംഗത്ത് നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം. കൂടുതൽ ഐശ്വര്യത്തോടെയും പ്രതാപത്തോടെയും കഴിയാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വന്നു ചേരുന്നത്.
തങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവർ വില കൽപ്പിക്കുകയും കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. 2-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഈ കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി സാമ്പത്തികമായി വളരെ അനുകൂലമാണ്. നേരായ മാർഗത്തിലൂടെ സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. നിയമവിധേയമായി ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയും. കൃത്രിമങ്ങളോ കള്ളത്തരങ്ങളോ ചതിയോ ഒന്നുമില്ലാതെ തന്നെ ധാരാളം സമ്പാദ്യം ഇവർക്ക് വന്നു ചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ്. വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകും. 26-ാം തീയതിക്ക് ശേഷം ലഗ്നഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് വളരെ അനുകൂലമാണ്. ദൂരദേശങ്ങളിൽ കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരമുണ്ടാകും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. മെച്ചപ്പെട്ട ഭക്ഷണ സുഖം അനുഭവത്തിൽ വരും. സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനും അവസരമുണ്ടാകും. ശയനോപകരണങ്ങളുമൊക്കെ വാങ്ങിക്കുവാനും അത് ഉപയോഗിക്കുവാനും ഈ കൂറുകാർക്ക് മാർച്ച് മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ്. എന്നാൽ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഇവർക്ക് അനുകൂലമല്ല. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ഫലമായി ചില സ്ഥാനചലനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും വിഘ്നവും സംഭവിച്ചേക്കാം. ശനിയുടെ 12-ാം ഭാവസ്ഥിതി മൂലം പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദൂരദേശ ഗമനം മൂലം ദുരിതങ്ങൾ അനുഭവിക്കാനും ഇടയായേക്കാം. 5-ാം ഭാവത്തിലെ കേതു സന്താനങ്ങൾ നിമിത്തം ചില ദുഃഖങ്ങൾ അനുഭവത്തിൽ വരുത്തും. രോഗങ്ങൾ മൂലമോ ശത്രുക്കൾ മൂലമോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് വലിയ ജാഗ്രത കാണിക്കുന്നത് ജീവിത വിജയത്തിന് സഹായിക്കും. ഏതു കാര്യത്തിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശരിയായ രീതിയിൽ ആലോചന നടത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ ദുസ്ഥാന സ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾക്ക് പരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപായസം കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ശനിയെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് ശാസ്താവിന് നീരാഞ്ജനം കഴിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മാസത്തിന്റെ അവസാന പകുതിയിൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. കേതുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദുഃഖങ്ങൾ ഇല്ലാതാക്കുവാൻ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ശുഭഫലങ്ങൾ ധാരാളമായി ചെയ്യുന്ന ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ ഇഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും അനിഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്ത് ചില ദോഷഫലങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യത കാണുന്നതിനാൽ ശരിയായ രീതിയിൽ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി ജീവിതത്തിൽ മുന്നേറുന്നത് ജീവിത വിജയങ്ങൾ നേടുവാൻ സഹായിക്കും. ഇത് ചാരഫലം മാത്രമാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ശുഭഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവപ്പെടുക. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹാരം കണ്ടെത്തിയാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും. മേടക്കൂറിൽ ജനിച്ചവർക്ക് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും കൂടുതലായി അനുഭവിക്കാൻ ഈ മാർച്ച് മാസത്തിൽ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.